ഞാൻ നിങ്ങളുടെ വിഷമം കൊണ്ട് കരയില്ല. എങ്ങനെയുണ്ടായി വെടിക്കെട്ട്? സൂപ്പറായിരുന്നു, അടിപൊളി അടിപൊളി വെടിക്കെട്ട്. എത്ര സമയം കാത്തിരുന്നു? അതാ പറഞ്ഞൊരു 4-5 മണിക്കൂറായിട്ട് കാത്തിരുന്നു. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം നമുക്കൊരു ഇത് വികാരമായോ? ഇപ്പൊ സന്തോഷമായോ? അതെ, സന്തോഷമായി. അടിപൊളിയായിരുന്നു. ചേട്ടാ, എങ്ങനെയുണ്ടായി വെടിക്കെട്ട്? എങ്ങനെയുണ്ടായി? രാത്രി സുഖം കിട്ടിയോ? കുഴപ്പമില്ല. എങ്ങനെയുണ്ടായി? രാത്രി ആണെച്ചെങ്കിൽ പൊളിച്ചായിരുന്നു. ഇത് പകലാണെച്ചാൽ സൂപ്പറായിരുന്നു. എന്നാലും കുഴപ്പമില്ല. രാത്രി ആണെച്ചാൽ ഒന്നുകൂടെ കളർഫുൾ ആയിരുന്നു. എങ്ങനെയുണ്ടായി ബ്രോ വെടിക്കെട്ട്? എങ്ങനെയുണ്ടായി? രാത്രി ആഴ്ചയും പൊളിച്ചാനത് പരിപാടി. എന്നാലും ഇപ്പം കുറച്ച് ഇഷ്ടപ്പെട്ടോ? സൗണ്ട് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട്. 100 കിലോമീറ്റർ താണ്ടിട്ട് ഞങ്ങൾ വരുന്നത്. 100 കിലോമീറ്റർ വെടിക്കെട്ട് കാണാൻ വേണ്ടി. അതിപ്പോ സാവല്യായോ? അത് രാത്രി ആണെച്ചെങ്കിൽ ഒന്നുകൂടെ പൊളിച്ചാനല്ലേ? എങ്ങനെ? 2 മണിക്ക് വന്നതാ. പക്ഷെ രാത്രിയിലെ വെടിക്കെട്ടിന്റെ ഒരു എഫക്റ്റ് ആയില്ല. അത് രാത്രി വേറെ ലെവലിൽ. തൽക്കാലത്തേക്ക് ചെറിയൊരു സന്തോഷം. ചെറിയ സന്തോഷം അല്ലേ? ആ ചെറിയ സന്തോഷം കിട്ടിയോ? 11 മണിക്ക് നിൽക്കാൻ തുടങ്ങിയ രാത്രി. എന്നാലും സന്തോഷമായി. ഓക്കെ ചേട്ടാ, എങ്ങനെയുണ്ട് ചേട്ടാ? കാര്യം അടിപൊളി. ഈ സാധനം ഈ 7 മണിക്ക് നടത്തുന്നുള്ളൂന്നുണ്ടെങ്കിൽ 3 മണിക്ക് പോലീസ് ആൾക്കാർ തള്ളി വളരെ ബുദ്ധിമുട്ടായിട്ട് ഇത് ചെയ്തു. 3 മണിക്ക് പൊട്ടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു അവർ പറയുന്നത്. എന്തായാലും ഇപ്പൊ തൽക്കാലം സന്തോഷമായല്ലോ. സന്തോഷമായില്ല, വളരെ മോശമായി പോയി. വിഷമല്ല, വലിയ വിഷമം. കാരണം ഇതിപ്പോ വൈകുന്നേരം പൊട്ടിക്കുന്ന സാധനം പകല് പൊട്ടിച്ചിട്ട് എന്ത് കാണാനുണ്ട്? കാഴ്ചക്ക് ഒരു ഭംഗിയില്ല. അതന്നെ, രാത്രി പൊട്ടിക്കേണ്ട സാധനമായിരുന്നു. പക്ഷെ നല്ല സംഭവമായിരുന്നു. പക്ഷെ ആ രാത്രി പൊട്ടിക്കുന്ന സാധനം കളർ അങ്ങോട്ട് കാണാൻ പറ്റില്ല. അത്ര കളറ് കാണാൻ പറ്റില്ല. വലിയ സങ്കടമുണ്ട്. എന്തായാലും അത്തരം പ്രതികരണങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടേയിരിക്കുന്നത്. പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. നിരവധിയായ പ്രതികരണങ്ങൾ. ആദ്യഘട്ടത്തിലുള്ള വെടിക്കെട്ട് പാറമേക്കാവിൻ്റെത് അതിഗംഭീരമായി തന്നെ ആളുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി അങ്ങോട്ട് തിരുവമ്പാടിയുടെ വെടിക്കെട്ട്, അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പക്ഷേ അത് ഏത് സമയം എന്നുള്ളത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. എന്താ സ്ഥിതി? നിങ്ങൾക്കറിയാലോ, അടുത്ത ടീമിന് വെടിക്കെട്ടില്ല. അടുത്ത ടീമിനെ കുറച്ച് വരും. ഇപ്പൊ കണ്ടത് എങ്ങനെയുണ്ട്? കണ്ടത് കുഴപ്പമില്ല, സൗണ്ട് കുഴപ്പമില്ല, കളറില്ലാണ്ടായി. പേരിൽ നിന്നു അത്ര തന്നെ. ഒരു ആവേശത്തിന്റെ പേരിൽ സൗണ്ട് ഉണ്ടായി, പക്ഷെ കളറില്ല. ഞങ്ങൾക്കല്ല കളറൊന്നല്ല. നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയില്ല. തൃശ്ശൂർ എന്ന് പറഞ്ഞ ലോകത്തിൽ ഏറ്റവും ജീവിതമുള്ള പറ്റ പാലക്കാട് നെന്മാറി എന്നല്ല ഇത് നമ്മുടെ നാടെന്ന് പറഞ്ഞ ഇഷ്ടപ്പെട്ടോ വെടിക്കെട്ട്? എന്തായി സറായിട്ട് വെടിക്കെട്ട് അടിപൊളിയായിരുന്നു. എത്ര മണിക്ക് വന്നായിരുന്നു? ഞാൻ ഇന്നലെ രാത്രി കോഴിക്കോട് നിന്ന് വരുന്നു. എങ്ങനെ? കാത്തുനിന്നതിൽ ഫലമുണ്ടായി. സന്തോഷം. ഇത്രയും സമയം സങ്കടം എന്നുള്ള പരാതികളായിരുന്നു. കിട്ടി, സന്തോഷം കിട്ടി. അടിപൊളിയായി വെടിക്കെട്ട്. ഇത്ര നേരം കാത്തുന്നതിനുള്ള ഒരു നല്ലൊരു വെടിക്കെട്ടായിരുന്നു. പ്രതീക്ഷിച്ച് കാലത്ത് വന്നതാണ്, 8 മണിക്ക് വന്നതാണ്. എന്നാലും ഇത്ര നേരം കാത്തുന്നതിനുള്ള നല്ലൊരു വെടിക്കെട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചു. എങ്ങനെയുണ്ടായി? പകല് കാണാൻ പറ്റിയ വെടിക്കെട്ട്, അതാണ് ഏറ്റവും നല്ല ഭംഗിയുള്ളൊരു കാര്യം. ഭാഗ്യം ഇനി ഇതുപോലെ അവസ്ഥ രാത്രി സൂപ്പറായിരുന്നു. ഞാൻ നിങ്ങളുടെ വിഷമം കൊണ്ട് കരയില്ല. ഐ ഫ്രം ഗോവ.